ഫുക്രിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ. അർജന്റീന താരങ്ങൾക്കെതിരെ കൂട്ട നടപടിക്കൊരുങ്ങി ഫിഫ എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. അർജന്റീന ഫൈനലിൽ സ്പെയിനെതിരെ നടത്തിയ അക്രമം, ഒപ്പം തന്നെ ഫോക്ലാൻഡ്സ് ബാനർ വിവാദം, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് താരങ്ങൾക്ക് എതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫിഫ എന്ന കാര്യമായിരുന്നു അത്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഫിഫ 7 കേസുകളാണ് AFAക്കെതിരെ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ 7 കേസുകളിലാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ തന്നെ 3 താരങ്ങൾക്ക് വിലക്കിന് സാധ്യത, അതായത് സസ്പെൻഷന് സാധ്യതയുണ്ടെന്ന് അറിയുന്നു. അത് ഒന്ന് തിയാഗോ അൽമേഡയാണ്. തിയാഗോ അൽമേഡയ്ക്ക് ഒരു കളിയിൽ സസ്പെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ടൂർണമെൻറ്റിലെ മൊത്തം അൽമേഡയുടെ പെരുമാറ്റവും മറ്റുമായി ബന്ധപ്പെട്ടുള്ള പരാതികളാണ്. ആ പരാതിയിൽ അൽമേഡയ്ക്ക് ഒരു മത്സരത്തിൽ വിലക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ മറ്റ് 2 താരങ്ങൾ പെരേഡസും മൊളീനയുമാണ്. ഈ 2 താരങ്ങൾക്ക് 3 മത്സരങ്ങളിൽ നിന്ന് വരെ വിലക്ക് വരും എന്നാണ് അറിയുന്നത്. 2 താരങ്ങൾക്ക് 3 മത്സരങ്ങൾ വരെ വിലക്ക് വരും. ഇതിൽ പെരേഡസ് സ്പെയിനുമായുള്ള ഫൈനലിന് ശേഷം ഗാവിയെ അടിച്ച് നിലത്തിടുകയും എറിക് ഗാർഷ്യയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പെരേഡസിന് 3 മത്സരങ്ങൾ വിലക്കുണ്ടാവും എന്നാണ് അറിയുന്നത്. ഇത് തന്നെയാണ് മൊളീനയെ സംബന്ധിച്ചും ഇത്തരം അച്ചടക്ക ലംഘനം മൂലമുള്ള ഒരു പരാതിയാണുള്ളത്. അതിലും മൊളീനയ്ക്ക് 3 മത്സരങ്ങൾ വിലക്ക് ഉണ്ടാകുമെന്നറിയുന്നു. അപ്പോൾ തിയാഗോ അൽമേഡയ്ക്ക് ഒരു കളിയിൽ വിലക്ക്, പെരേഡസിനും മൊളീനയ്ക്കും 3 മത്സരങ്ങളിൽ വീതം വിലക്ക്. ഒപ്പം തന്നെ അർജന്റീനയുടെ സഹപരിശീലകനായ മുൻ അർജന്റീനിയൻ കളിക്കാരനായ റോബർട്ടോ അയാളയ്ക്കും 3 മത്സരങ്ങളിൽ വിലക്ക് വരും. ഫൈനലിന് ശേഷം ഉണ്ടായ അടിപിടിയിൽ അയാളെയും പങ്കാളിയായിരുന്നു. അപ്പോൾ അയാളയ്ക്കും 3 മത്സരങ്ങളിൽ വിലക്ക് വരും സഹപരിശീലകൻ എന്ന നിലയിൽ എന്നാണ് അറിയുന്നത്. എന്തായാലും 7 കേസുകൾ ആണ് ഫിഫ അന്വേഷിക്കുന്നത്. ഈ 7 കേസുകളിൽ നടപടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.